ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമീശമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമീശമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥ. അർപ്പകരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുരിശിൻ്റെ പുകഴ്ചയുടെ ഈ അനുഗ്രഹീതമായ തിരുനാൾ ദിനത്തിൽ മദർ തെരേസ നൽകുന്ന ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. കുരിശിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ ഞാൻ കാണുന്നു. പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ഈശോയെ ഞാൻ കണ്ടുമുട്ടുന്നു. ഇന്നും ജീവിക്കുന്നവനെ, നമുക്ക് വേണ്ടി മരിച്ചവനെ മനസ്സിലോർത്ത് പ്രാർത്ഥനയോടെ നമുക്ക് ഈ അനുഗ്രഹീത ദിനത്തിൽ ബലിയർപ്പിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് രക്ഷയുടെ അടയാളമായി മാറിയ കുരിശ്, അഭയം തേടാൻ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങളെ രക്ഷാകരമാക്കി പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി യാത്ര ചെയ്യാനുള്ള അഭിഷേകം ക്രൂശിതനോട് ചോദിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാടിനു വേണ്ടി അനുകൂല കാലാവസ്ഥയാൽ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളും യുവതിയുവാക്കളും ആസക്തിയുടെ കെണിയിൽപ്പെടാതിരിക്കട്ടെ. എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ പരിശുദ്ധ ബലിയുടെ ഭാഗമാക്കി കുരിശിലെ ഈശോയുടെ ബലിയും അൾത്താരയിൽ ആവർത്തിക്കപ്പെടുന്ന ബലിയും ഒരേ അനുഗ്രഹം നൽകുന്നുവെന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് വിശ്വാസത്തോടെ നമുക്ക് ഈ ബലിയർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്തിനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് കടന്നു പോകാം. കർത്താവായ ദൈവമേ, കുരിശുമരണം വഴി ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങേ പ്രിയപുത്രനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ മിശിഹായുടെ രക്ഷാകരഹസ്യം യഥായോഗ്യം പരികർമ്മം ചെയ്യാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവിൻ അപദാനങ്ങൾ കീർത്തിപ്പിൻ പൊതുഗാനത്താൽ വാഴ്ത്തിപ്പാടി നമിക്കട്ടെ പാർത്തലമെല്ലാം ഉടയവനേ. കർത്താവേ, നിൻ ശ്രീവാദം ഉന്നത ശക്തി മഹത്വത്താൽ കൃപയും തുണയും രക്ഷയുമീ ദാസർക്കേകാൻ കനിയണമേ. തിരുഭവനത്തിൽ നിറയുന്നു ശക്തിയും ഉന്നത തേജസ്സും കർത്താവിൻ തിരുമാഹാത്മ്യം ജനതകളോടായി ഘോഷിപ്പിൻ. നീതിയെഴുന്നോർക്കുലകത്തിൽ സത്യവിളിച്ചമുദിച്ചല്ലോ പരമാർത്ഥികളാം സകലർക്കും ആനന്ദം കൈവന്നല്ലോ. ധരയെ വിധിക്കാൻ നീതിയെഴും കർത്താവാഗതനാകുന്നു. അരുവികൾ താളമടിക്കട്ടെ, ഗിരിനിരകൾ സ്തുതി പാടട്ടെ. താതനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയന്തീക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. മുക്തിനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെയും വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 1 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹാ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രയും. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടും നീ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമധുവാൻ ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റവും അനുഗ്രഹപൂരിതനാം കവിതൻ തൂലിക പോ എന്നാവിപ്പോൾ. ഹല്ലേലൂയ പാടിടും നീ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ മകയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 24 13 മുതൽ തിരുവചനങ്ങൾ. എമ്മാവോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി വചനം നമുക്കിന്ന് നൽകുന്ന ശ്രദ്ധേയമായ ഓർമ്മപ്പെടുത്തൽ പീഡാസഹന കുരിശുവരണ ഉത്ഥാന രഹസ്യങ്ങളിൽ നിന്നും സൗകര്യത്തിൻ്റെ സുഖത്തിൻ്റെ ഇടം തേടിയുള്ള ശിഷ്യൻ്റെ യാത്ര അപകടകരമായ ഒരു യാത്രയാണ്. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹനമെന്ന രക്ഷാദായകമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സുഖത്തിൻ്റെ ഇടങ്ങളിലേക്ക് ബോധപൂർവകമായി ചുവടുമാറ്റി നാം യാത്ര ചെയ്യുമ്പം ആത്യന്തികമായി എത്തുന്നത് സങ്കടത്തിൻ്റെ ദുരന്തത്തിൻ്റെ അനുഭവത്തിലാണ്. അമ്മ ത്രേസ്യം ഈ കുരിശുമരണം എന്ന് പറയുന്ന പീഡാസഹന അനുഭവങ്ങളെ ധ്യാനിച്ചിട്ട് പറഞ്ഞ മനോഹരമായൊരു വാക്യമുണ്ട്. എനിക്ക് തമ്പുരാന് വേണ്ടി പൊരുതി മരിക്കണം. വിശുദ്ധ ഇഗ്നേഷ്യസ്, കുരിശിൻ്റെ വിശുദ്ധ ഇഗ്നേഷ്യസും സമാനമായൊരു ചിന്ത പങ്കുവെക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും ഈശോയുടെ പീഡാസഹന മരണമാണ് തനിക്ക് പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കാൻ കരുത്തു പ്രദാനം ചെയ്തത് എന്ന് വിശുദ്ധൻ ഓർമ്മപ്പെടുത്തും. വിശുദ്ധർ നൽകുന്ന ഈ ആത്മീയത നമ്മുടേതായി പകർത്താം. കുരിശിൽ രക്ഷയുണ്ട് എന്ന്, കുരിശിൽ അഭയം തേടുന്നവൻ്റെ ജീവിതം രക്ഷിക്കാൻ കഴിയാത്ത വിധം കുറുകാത്ത കരങ്ങളുള്ളവൻ്റെ കൂടെയുള്ള യാത്രയാണ് എന്ന ബോധ്യത്തോടെ ഈ എമ്മാവൂസ് അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജെറുസലേമിൽ നിന്ന് ഓടിയകലുന്നതൊക്കെ രക്ഷാകരമല്ലെന്ന ബോധ്യത്തിൽ വചനം കേട്ട് പ്രാർത്ഥിക്കാം. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്നും ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു.
അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലെയോപ്പാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയെങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ ഹെലേന വഴിയും ഓർസലേത്തിൽ നിന്നും നിന്റെ സ്ലീവ കണ്ടെടുക്കുവാനിടയാക്കുകയും സ്ലീവായുടെ മഹനീയ ശക്തി വെളിപ്പെടുത്തുകയും ചെയ്ത മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ സ്ലീഹായെ മാലാഖമാരും മനുഷ്യരും ആഘോഷമായി സംവഹിക്കാനും വണങ്ങാനും ഇടയാക്കിയ മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അന്തിമ വിധി നാളിൽ കുരിശടയാടത്തോടുകൂടെ വാനമേഘങ്ങളിൽ വരാനിരിക്കുന്നവനും ഞങ്ങളുടെ ഉത്ഥാനവും പ്രതീക്ഷയുമായ മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങൾ കുരിശിന്റെ പാതയിൽ സഞ്ചരിച്ച് മഹത്വം പ്രാപിക്കാനായി സ്ലീവായാൽ ഉയർത്തപ്പെട്ട കർത്താവായ മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ശിക്ഷയുടെയും പരിഹാസത്തിന്റെയും അടയാളമായിരുന്ന കുരിശിനെ മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ മിശിഹായെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനെയും മാർ അലക്സ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം സഹനങ്ങളെ രക്ഷാകരമാക്കുന്ന ക്രിസ്തുവിൻ്റെ പാഠങ്ങളെ ഹൃദയത്തിൽ ജീവിതത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. കുരിശിലേക്ക് നോക്കുമ്പം ക്രൂശിത മരിച്ചവനെ ഞങ്ങൾ കാണുന്നു. കുർബാനയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനെ ഞങ്ങൾ ഓർക്കുന്നു. ഈ ആത്മീയ വിചാരത്തിൽ ഞങ്ങളുടെ ഹൃദയം ചേർത്ത് വയ്ക്കണമേ. പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കാം. സഹനങ്ങളെ, രോഗപീഠകളെ, ദുരന്താനുഭവങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. നാടിനെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ ആസക്തിയുടെ കെണിയിൽപ്പെടാതിരിക്കട്ടെ. കടന്നു പോകുന്ന എല്ലാ ദുഃഖാനുഭവങ്ങളിലും എമ്മാവൂസിലേക്ക് ഓടാനുള്ള ആഗ്രഹത്തിൽ നിന്ന് രക്ഷാകരമായ ജെറുസലേമിൻ്റെ പുണ്യതീരത്തായിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ബലിയോട് ചേർത്ത്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ മിശിഹായെ, അങ്ങേ സ്ലീവ ഞങ്ങൾക്ക് രക്ഷയുടെ അടയാളവും അഭയസ്ഥാനവുമാകുന്നു. സ്ലീവായിൽ അഭിമാനം കൊള്ളാനും അനുദിന ജീവിതത്തിലെ കുരിശുകൾ വഹിച്ച് അങ്ങേ അനുഗമിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. രാജാവായ കർത്താവേ, ഞാൻ അങ്ങേ പുകഴ്ത്തും. മഹിതം ശ്രീവാദൻ ദിവ്യരഹസ്യമിതാ ഘോഷിതമാകുന്നു. സർവചരാചര സൃഷ്ടികളും
ആനന്ദത്താൽ നിറയുന്നു. മിശിഹാരാജൻ ലോകത്തിൽ നിധരാം. കീർത്തിതനാകുകയാൽ പാവനമായി വിണ്ണും ഭൂതലവും. സ്വർഗത്തിലും ഭൂമിയിലും തിരുനാമം പ്രകീർത്തിക്കപ്പെടുന്നു. മഹിതം ശ്രീവാദം ദിവ്യരഹസ്യമിതാ ഘോഷിതമാകുന്നു. സർവചരാചര സൃഷ്ടികളും ആനന്ദത്താൽ നിറയുന്നു. മിശിഹാരാജൻ ലോകത്തിൽ നിധരാം. കീർത്തിതനാകുകയാൽ പാവനമായി വിണ്ണും ഭൂതലവും. താതനുമതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും. ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമീൻ ആമീൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവിന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രേയവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു.
പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ സഹോദരിയെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, വിശുദ്ധ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമീൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ജീവിതാവസാനം വരെ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തി അനഘമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായും ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റോഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമീൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂം. ന്യായവുമാണത് യുക്തവുമാം. ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സർഗവാസികളുടെ ആയിരങ്ങളും മലാഘമയുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാൻ
പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും മിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ മണ്ണും മിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും ധന്യൻ ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്ന അങ്ങേ ദൈവിക ജീവനിൽ പങ്കുകാരാക്കാൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപറിച്ച് ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതി അങ്ങേ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സർവ്വത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും സഭാ തലവനും പിതാവുമായ റാഫേൽ മെത്രാപ്പൊലീത്തയ്ക്കും ഞങ്ങളുടെ എല്ലാ മെത്രാന്മാർക്കും പരിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസിമാർ, അൽമായ പ്രേക്ഷിതർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യം പ്രതീക്ഷിച്ചും തിരുസന്നിധിയിലായിരിക്കുന്ന ഈ പ്രാർത്ഥനാ സമൂഹത്തിനും ഇവരുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും കുരിശിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ കാണുന്നെന്നും കുർബാനയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന തമ്പുരാനെ മനസ്സിലാക്കുന്നുവെന്നുമുള്ള അവബോധങ്ങളോടെ ബലിയുടെ ഭാഗമാകാനും കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം രക്ഷാകരമായ കുരിശോട് ചേർത്ത് സഹനങ്ങളെ അനുഗ്രഹങ്ങളാക്കി രൂപാന്തരപ്പെടുത്താൻ ക്രിസ്തു ജീവിതത്തിലെ നേർക്കാഴ്ചകളുള്ള ജെറുസലേം അനുഭവത്തിൽ നിന്നും സുഖവും താൽക്കാലിക സന്തോഷവുമുള്ള എമ്മാവൂസ് അനുഭവത്തിലേക്ക് ജീവിതത്തെ മാറ്റിയത് തിരികെ കൊണ്ടുവന്ന അനുഗ്രഹം പ്രാപിക്കാനും ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരുടെ ജീവിത പങ്കാളികൾ, മക്കൾ, ഉപജീവന വഴികൾ എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ, ദേശത്ത് ശാന്തിയും സമാധാനവും മതരാഷ്ട്രീയ സൗഹാർദ്ദവും ഉണ്ടാകാൻ, അനുകൂല കാലാവസ്ഥ ലഭിക്കാൻ, കുഞ്ഞുങ്ങളും യുവതിയുവാക്കളും ആസക്തിയുടെ കെണിയിൽപ്പെടാതിരിക്കാനും ആഘോഷത്തിൽ അനുഗ്രഹങ്ങൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയും വ്യക്തിപരമായ നിയോഗങ്ങൾക്കായും
അയോഗ്യനും ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെയും സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ ഈ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശ്രവരിക്കുകയും ബൗദ്ധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെയുള്ള വലിയ പ്രത്യാശയ്ക്കും തന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യത്തെ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോത്തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവാൻ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ചരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും
അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്റെ സൈന്യങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രയർത്ഥിക്കുവിൻ. തന്റെ ശ്രീവായാൽ വിജയം വരിക്കുകയും ഭൂമിയിലും സ്വർഗത്തിലും സമാധാനം സ്ഥാപിക്കുകയും തിരുശരീരക്തങ്ങൾ സഭയ്ക്ക് നൽകുകയും ചെയ്ത മിശിഹായെ കുരിശിന്റെ തിരുനാളിൽ മാലാഖമാരോടൊത്ത് നമുക്ക് സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. പ്രകാശമാനമായ ശ്രീവാ ഭൂമിയിൽ തെളിയുകയും പാപാന്ധകാരത്തെ അകറ്റുകയും ചെയ്തു. നമ്മെ നവീകരിക്കുകയും സ്വർഗത്തെയും ഭൂമിയെയും അനുരഞ്ജിപ്പിക്കുകയും ചെയ്ത ആരാധ്യമായ കുരിശ് എല്ലാവരിലും വിസ്മയം ജനിപ്പിക്കുന്നു. സഹോദരരെ, വരുവിൻ. തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിയ കർത്താവിനെ മഹത്വപ്പെടുത്തി നിങ്ങൾ ഈ ദാനം സ്വീകരിക്കുവിൻ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവനിക്കേകിയാലും നിറകോടി സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവനിക്കേകിയാലും ഒരു കൈ കുഞ്ഞായി പിറന്നൊരാ നാളിലെൻ തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നീ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. പരിശുദ്ധ
പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെയും. കർത്താവായ ദൈവമേ, വിശ്വസ്തവായുടെ ശക്തിയാൽ സത്യത്തിലും നീതിയിലും വ്യാപരിച്ച് ദുഷ്ടന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് കൃപ നൽകി. കുരിശിൽ അഭിമാനം കൊള്ളാൻ, കുരിശിൻ്റെ വഴിയിൽ അങ്ങയെ അനുഗമിക്കാൻ ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കുരിശുമരണത്തിലൂടെ ഞങ്ങളെ രക്ഷിച്ച മിശിഹായെ, അവിടുത്തെ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് ദിവ്യമഹത്വം പ്രകീർത്തിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകി. സകലത്തെയും പൗത്രീകരിക്കുന്ന ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെയും സ്വർഗത്തിലങ്ങേ വലതുഭാഗത്ത് അണിനിരക്കാൻ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കുരിശാൽ രക്ഷ പകർന്നവനാം മിശിഹാനാഥൻ സ്തുത്യർഹൻ. തൻ സഹനത്തിൻ മരണത്തിൻ പൊരുളറിയാൻ വരമേകട്ടെ. കുരിശിൻ പാവന സന്ദേശം സകല ജനത്തിനുമേകിടാൻ സ്നേഹത്തികവും തീക്ഷ്ണതയും മിശിഹാ നിങ്ങൾ കേകട്ടെ. പാവന രക്തശരീരങ്ങൾ കൈക്കൊണ്ടവരാമഖിലർക്കും കുരിശിൻ ദൈവിക പ്രഭയങ്കൽ ജീവിക്കാൻ വരമരുളട്ടെ. ജീവനേഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തിയും. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെയും പൊറുതിക്കും പാപങ്ങളുടെയും മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാം. കുരിശിലേക്ക് നോക്കി ഞങ്ങൾക്ക് വേണ്ടി മരിച്ചവനെയും കുർബാനയിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവനെയും ഞങ്ങൾക്ക് കാട്ടിത്തന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രക്ഷാകരമായ ജെറുസലേം വിട്ട് സുഖത്തിൻ്റെ എമ്മാവൂസിൽ പോകാൻ ഞങ്ങൾക്ക് പ്രചോദനമുണ്ടാകുമ്പോൾ അതിജീവിക്കാൻ കൃപയേകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശിലാണ് രക്ഷയെന്ന അവബോധത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യപുരോഹിതനീശോയേ, കാക്കണമങ്ങേ വൈദികരെ, പാവന ജീവിത പാതകളിൽ സന്തതമവരെ നയിക്കണമേ. നല്ലവ തന്നെ ചിന്തിക്കാൻ, നല്ലവ തന്നെ ഉരിയാടാൻ, നല്ലവ തന്നെ ചെയ്തിടുവാൻ നന്മയിൽ അവരെ കാക്കണമേ. സാത്താൻ നിറയും വൈരമോടെ നിർദ്ദയം അവരെ അലട്ടുമ്പോൾ നാഥാ നിൻ തിരുഹൃദയത്തിൻ വാതിലവർക്ക് തുറക്കണമേ. ലോകവും അതിനുടെ വശ്യതയും കൗതുകം അവരിലുണർത്തുമ്പോൾ നിത്യമനോഹര നാഗത്തിൻ രശ്മികൾ അവരിൽ ചിന്തണമേ. ജോലികളെല്ലാം തീർത്തൊടുവിൽ നിന്തിരുസന്നിധി അണയുമ്പോൾ സദയമവർക്കു സനാതനമാം സ്വർഗാനന്ദ